ഹായ് ഫ്രണ്ട്സ്, ചാലസ്മ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ചെണ്ടുമല്ലി നടാനുള്ള സമയമായിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. താല്പര്യമുള്ളവർക്ക് വരൂ, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വൃത്തിയാക്കുക. നല്ല രീതിയിൽ വൃത്തിയാക്കുക. മഴക്കാലമല്ലേ, മഴ പെയ്ത എല്ലാം കളയും പിടിച്ച് എല്ലാം കിടക്കുമായിരിക്കും. അതെല്ലാം ചെത്തി വൃത്തിയാക്കി നല്ലതുപോലെ കിളച്ച് കളകളെല്ലാം നീക്കി, കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്ത് സെറ്റാക്കുക. ഇവിടെ എനിക്ക് അധികം കല്ലില്ലാത്ത മണ്ണാണ് കേട്ടോ. അന്നേരം നിങ്ങൾ കിളയ്ക്കുമ്പോൾ കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കല്ലൊക്കെ എടുത്ത് മാറ്റുക. നല്ലോണം കല്ലൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി വിടുക. നമുക്ക് വെള്ളം വാർന്നു പോകുന്ന സ്ഥലം, നല്ലോണം വെള്ളം മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കാത്ത വെള്ളം വാർന്നു പോകുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ കിളച്ച് നല്ല വൃത്തിയാക്കിയിട്ട് അതിനകത്ത് കുഴിയെടുത്ത് ചെടി നട്ടാൽ മതി. അതല്ല, നമുക്ക് നല്ലോണം വെള്ളം കിട്ടി മഴ പെയ്താലും വെള്ളം അവിടെ ചുവട്ടിൽ തങ്ങി നിൽക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 അടി പൊക്കത്തിൽ വാരം കോരണം. ഞാൻ ഈ വാരം കോരുന്നതെന്ന് പറഞ്ഞാൽ ഒരു തൈകൾ തമ്മിൽ 100 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഞാൻ വാരം കോരുന്നത്. അതിനുള്ള കാര്യം ഞാൻ പിന്നെ ചെടി നടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നല്ലോണം കിളച്ച് ഞാൻ കിളയ്ക്കുന്നുണ്ട്. നല്ലോണം കിളച്ച് തൂമ്പ കൊണ്ട് കിളച്ച് മണ്ണൊരുക്കുക. നമുക്ക് ഇപ്രാവശ്യം അത്തം വരുന്നത് ആഗസ്റ്റ് 13-നാണ്. ആഗസ്റ്റ് 13-ന്. അപ്പോൾ നമുക്ക് അത്തം തൊട്ട് പൂ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ പുറകോട്ട് 65 ദിവസം കണക്കാക്കിയാൽ തൈ നടേണ്ടത് ജൂൺ 13, 14, 15 തീയതികളിലാണ്. അതിനുവേണ്ടി ഇപ്പോൾ മുതൽ നമ്മൾ മണ്ണൊരുക്കം തുടങ്ങണം. നമ്മൾ മെയ് 10, 15 നട്ട തൈകളാണ് നമുക്ക് വാങ്ങേണ്ടത്. അതായത് 4 ആഴ്ച പ്രായമുള്ള തൈകൾ. ഇപ്പോഴേ നമ്മൾ തൈകൾ കിട്ടാനുള്ള സ്ഥലം അന്വേഷിച്ച് വയ്ക്കുക. നിങ്ങളുടെ അടുത്തുള്ള നഴ്സറിയിലൊക്കെ ചോദിക്കുക. നല്ലോണം നമ്മൾ നല്ലോണം എടുക്കുക. വാരം എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഡോളോമൈറ്റ് ചേർക്കണം. ഡോളോമൈറ്റോ കുമ്മായോ ചേർക്കണം. ഡോളോമൈറ്റ് ആണെങ്കിൽ നമുക്ക് 7 ദിവസം കഴിയുമ്പോഴൊക്കെ അടിവളം കൊടുത്തിടാം. അതേസമയം കുമ്മായാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് വളം നമുക്ക് നേരെ കൊടുക്കാൻ പറ്റും. കേട്ടോ, ഞാൻ 100 സെൻറ്റിമീറ്റർ അകലത്തിലാണ് വാരം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യുക. ഇതിനകത്ത് അടിവളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്ന വളങ്ങൾ നിങ്ങൾ നേരത്തെ ഒരുക്കി വെക്കുക. ഒന്ന് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, യൂറിയ, 19, 19, 19, DAP. ഇത്രയും നിങ്ങൾ വാങ്ങിച്ചു. നിങ്ങളുടെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ കാണും. അവിടെ അന്വേഷിച്ചാൽ ഈ വളങ്ങളെല്ലാം കിട്ടും. ഇതൊക്കെ എപ്പോൾ കൊടുക്കണമെന്ന് ഞാൻ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വീഡിയോയിലൂടെയും പറയുന്നതായിരിക്കും. നമുക്ക് തൈ നടേണ്ടത് 13, 14, 15 തീയതിയിലൂടെയായിരിക്കും. അതിനുള്ള മണ്ണൊരുക്കമാണ് നമ്മൾ ഈ നടത്തുന്നത്. ഞാനീ പറഞ്ഞ വളങ്ങളെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പല വളപ്രയോഗം ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യുക. നമ്മൾ നല്ലോണം എല്ലാം ചെത്തി, നല്ലോണം പോച്ചയെല്ലാം ചെത്തി കാര്യങ്ങളെ. ഇതാണ് ഡോളോമൈറ്റ്. ഇത് 5 കിലോയുടെ ഡോളോമൈറ്റാണ്. നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. 5 കിലോയുടെ ഡോളോമൈറ്റിന് 75 രൂപയാണ്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് 75 രൂപയാണ് വില. നല്ലോണം ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ മണ്ണിന് പുളിപ്പ് രസം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോളോമൈറ്റിനും കുമ്മായൊക്കെ ഇട്ട് കൊടുക്കുന്നത്.
ഇത് യൂറിയയാണ്. അതാണ് യൂറിയ. അതൊക്കെ എപ്പോൾ കൊടുക്കണമെന്ന് ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇത് അപ്റ്റക്കിൻ്റെ സൂപ്പർ മീലാണ്. ഇത് സൂപ്പർ മീൽ എന്ന് പറയുന്നത് നല്ലൊരു വളമാണ്. ഇതിനകത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ലെതർ മീല്, മറ്റ് വളങ്ങളെല്ലാം കൂടെ ചേരുന്നതാണ്. ഇത് നല്ലൊരു വളമാണ്. ഇത് DAP എന്ന് പറഞ്ഞാൽ പൂക്കൾ വരാനും പൂവിടാനും ഒക്കെയുള്ള വളമാണ്. ഇത് NPK വളമാണ്. 18-18-18 എന്ന് പറയുന്നത് NPK വളമാണ്. ഇതൊക്കെ എപ്പോഴൊക്കെ കൊടുക്കണമെന്ന് ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾ സൂപ്പർ മീൽ വാങ്ങിക്കാൻ ഇതല്ലാത്തവർ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും പ്രത്യേകം വാങ്ങിച്ച് വെക്കുക. അതും കുഴപ്പമില്ല. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നല്ലോണം ഞാൻ വീണ്ടും വേറെ സ്ഥലത്ത് എനിക്ക് ഒരു 250ഓളം തൈകൾ നടാനുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ലോണം ഒത്തിരി കിളയ്ക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം നല്ലോണം വൃത്തിയാക്കി മണ്ണ് സെറ്റാക്കി ഡോളോമൈറ്റും ഇട്ടേക്കുക. തടം നല്ല വൃത്തിയായിരിക്കണം. അതാണ് ഇതിൻ്റെ ഇത്. കളകൾ വരാതിരിക്കാൻ നോക്കുക. കളകൾ വന്നു കഴിഞ്ഞാൽ ചെടികൾ മേലോട്ട് നല്ലോണം വളർന്നു വരത്തില്ല. നല്ലോണം കളകൾ മാറ്റണം. ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. ഇനിയും കളകൾ മാറ്റാനുണ്ട്. നല്ലോണം മണ്ണ് വൃത്തിയാക്കുക. നിങ്ങളിപ്പോഴേ തുടങ്ങണം കേട്ടോ. നിങ്ങൾക്ക് ഓണത്തിന് പൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിയേ പറ്റൂ. പിന്നെ ഇന്ന് മഴയാണെന്നൊന്നും നോക്കണ്ട. ഇപ്പോൾ മഴയൊക്കെ അങ്ങ് മാറിക്കോളും. ഇനി അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ വരാം. ബായ്.